ഹായ്, ഇസ് മീ പ്രിൻസ്. എല്ലാവർക്കും ബ്ലാക്ക് ടോഡ് യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എന്നുള്ള വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. എനിത്തിങ് ആപ്പർ ലൈവ് വാസ് ടു ഗോ ഓൺ ഓൾവേസ് പോസിറ്റീവ് ബൈ. അപ്പം നമ്മളിന്ന് നോക്കുന്നത് ഇന്ത്യ വേഴ്സസ് ശ്രീലങ്ക T20 ഹിസ്റ്ററി, ഇന്ത്യയും ശ്രീലങ്കയും തമ്മിലുള്ള T20 മത്സരങ്ങളുടെ ചരിത്രം. അപ്പോൾ അതിനെക്കുറിച്ചാണ് നമ്മളിന്ന് നോക്കുന്നത്. അപ്പോൾ ഇന്ത്യ ശ്രീലങ്ക T20 മത്സരങ്ങൾ ആരംഭിക്കാൻ പോവുകയാണ്. ആദ്യ മത്സരം ജൂലൈ 27-ന് നടക്കും. രണ്ടാമത്തെ മത്സരം ജൂലൈ 28-ന് നടക്കും. മൂന്നാമത്തെ മത്സരം ജൂലൈ 30-ന് നടക്കും. 3 മത്സരങ്ങളുടെ പരമ്പരയാണ് ഇന്ത്യ കളിക്കുന്നത് ശ്രീലങ്കയ്ക്കെതിരെ. ശ്രീലങ്കയിലാണ് മത്സരങ്ങൾ നടക്കുന്നത്. കാൻഡിയിലെ പല്ലേക്കര സ്റ്റേഡിയത്തിലാണ് 3 T20 മത്സരങ്ങളും നടക്കുന്നത്. ഇന്ത്യൻ ടീമിൻ്റെ ക്യാപ്റ്റൻ എന്ന് പറയുന്നത് സൂര്യകുമാർ യാദവാണ്. അതോടൊപ്പം ഗൗതം ഗംഭീർ കോച്ചായിട്ടുള്ള ആദ്യ പരമ്പരയും എന്ന പ്രത്യേകതയും ഈ പരമ്പരയ്ക്കുണ്ട്. യങ് ടീമാണ് ഇന്ത്യ. വിരാട് കോഹ്ലിയും രോഹിത് ശർമ്മയും ഇല്ലാത്ത യങ് ടീം. അതോടൊപ്പം സിംബാബ്വെ പര്യടനം വിജയിച്ചതിനുള്ള ആത്മവിശ്വാസത്തിനും കൂടിയാണ് ഇന്ത്യൻ ടീം. ശ്രീലങ്കൻ സൈഡിനെ നോക്കുമ്പോൾ അവരും യുവനിരയാണ്. ചരിത് അസലങ്കയാണ് അവരുടെ ക്യാപ്റ്റന്. അവരും ഒരു തിരിച്ചുവരവിനുള്ള ശ്രമത്തിലാണെന്ന് പറയാം ശ്രീലങ്കൻ ടീമും. അവർക്ക് 2020 ലോകകപ്പൊക്കെ വളരെ മോശം ആയിരുന്നു. അപ്പോൾ അതിനുശേഷമുള്ളൊരു തിരിച്ചുവരവ് പുതിയ ക്യാപ്റ്റന് ചരിത് അസലങ്ക നേതൃത്വത്തിൽ ഒരു തിരിച്ചുവരവിന് ഒരുങ്ങിയാണ് ശ്രീലങ്കൻ ടീം. അവരുടെ ഹോം ശ്രീലങ്കയിലാണ് മത്സരങ്ങൾ നടക്കുന്നത്. 3 2020 മത്സരങ്ങൾ, 3 മത്സരങ്ങളുടെ പരമ്പരയാണ്. അപ്പോൾ ഇവർ തമ്മിലുള്ള 2020 മത്സരങ്ങളുടെ ചരിത്രം നോക്കുമ്പോൾ 29 മത്സരങ്ങളാണ് ഇവർ തമ്മിൽ ഏറ്റുമുട്ടിയിരിക്കുന്നത്. അതിൽ 19 എണ്ണത്തിലും ഇന്ത്യ വിജയിച്ചു, 9 എണ്ണത്തിൽ ശ്രീലങ്ക വിജയിച്ചു, ഒരെണ്ണം റിസൾട്ട് ഇല്ലാതെ അവസാനിച്ചു. അങ്ങനെ മൊത്തം 29 മത്സരങ്ങളിൽ ഇന്ത്യക്കാണ് വിജയം, ഇന്ത്യക്കാണ് മുൻതൂക്കം എന്ന് പറയുന്നത്. ഇവർ തമ്മിൽ ആദ്യം ഏറ്റുമുട്ടുന്നത് 2009 ഫെബ്രുവരിയിലാണ്. ആ മത്സരത്തിൽ ഇന്ത്യക്കായിരുന്നു വിജയം. ഇന്ത്യ 3 വിക്കറ്റിന് ശ്രീലങ്കയെ പരാജയപ്പെടുത്തി. ഇവർ തമ്മിൽ അവസാനം ഏറ്റുമുട്ടിയത് 2023 ജനുവരിയിലാണ്. അവിടെയും ഇന്ത്യക്ക് തന്നെയായിരുന്നു വിജയം. ഇന്ത്യ 91 റൺസിന് ശ്രീലങ്കയെ പരാജയപ്പെടുത്തി. അങ്ങനെ എല്ലാ തരത്തിലും ഇന്ത്യക്കാണ് ഒരു മുൻതൂക്കം എന്ന് പറയുന്നത് ഈ പരമ്പരയിൽ. ഇതിനു മുമ്പുള്ള ചരിത്രം ഇവർ നമ്മുടെ ചരിത്രം നോക്കുമ്പോൾ ഇന്ത്യക്കാണ് മുൻതൂക്കം എന്ന് പറയുന്നത്. ഏതായാലും ഇന്ത്യ ശ്രീലങ്ക മത്സരങ്ങൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്, 2020 മത്സരങ്ങൾ. അപ്പോൾ ക്രിക്കറ്റ് പ്രേമികളെ സംബന്ധിച്ചിടത്തോളം വളരെയധികം സന്തോഷം പകരുന്ന, അല്ലെങ്കിൽ സന്തോഷം നൽകുന്ന ദിനങ്ങളാണ് വരാൻ പോകുന്നതെന്ന് പറയാം. സൂര്യകുമാർ യാദവിൻ്റെ നേതൃത്വത്തിൽ ഗൗതം ഗംഭീറിൻ്റെ കോച്ചിങ്ങിലുള്ള ടീം ശ്രീലങ്കയെ പരാജയപ്പെടുത്തി കപ്പ് സ്വന്തമാക്കട്ടെ എന്ന് നമുക്ക് കാത്തിരിക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും പുതിയ വീഡിയോയിൽ കാണാം. അതുവരെയ്ക്കും ടേക്ക് കെയർ, ബൈ.